അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ലോകത്ത് ധൈര്യം ആഘോഷിക്കപ്പെടുകയാണ്. ജനങ്ങളോട് പറയപ്പെടുന്നത് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ധരിക്കൂ, മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നൊക്കെയാണ്. എന്നാൽ ഇസ്ലാം വളരെ വ്യത്യസ്തമായ ഒന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ശുദ്ധവും മാന്യവും മനോഹരവുമായ ഒന്ന്. ഇതിനെയാണ് ഹയ എന്ന് വിളിക്കുന്നത്. എളിമ, ലജ്ജ, ആത്മാഭിമാനം, ഇതാണ് ഹയ. എന്താണ് ലജ്ജ? ലജ്ജ നമ്മുടെ ഹൃദയത്തിലെ ഒരു വികാരമാണ്. നമ്മുടെ കണ്ണുകൾ, നാവ്, ശരീരം, നമ്മുടെ ചിന്തകൾ എന്നിവയെ പോലും സംരക്ഷിക്കുന്ന ഒരു കവചം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. എന്താണ് ഇത് അർത്ഥമാക്കുന്നതെന്നറിയോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ലജ്ജ പുറത്തേക്ക് പോകുമ്പോൾ പാപം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ കണ്ണുകൾ താഴില്ല, നാവ് കൺട്രോൾ ആവില്ല, ഹൃദയം കുറ്റബോധം അനുഭവിക്കുകയേയില്ല. ലജ്ജ ഇന്നെവിടെയാണ്? സോഷ്യൽ മീഡിയ ശ്രദ്ധാകേന്ദ്രങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഡാൻസ് വീഡിയോസ്, ബോൾഡായിട്ടുള്ള ക്യാപ്ഷനുകൾ ഒക്കെ കൊണ്ട്. സത്യത്തിൽ ലജ്ജ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് മങ്ങുകയാണ്. എന്നാൽ ഒരു വിശ്വാസി എപ്പോഴും വ്യത്യസ്തനാണ്. ഒരു വിശ്വാസി പറയുന്നു, ലോകം എന്നെ എങ്ങനെ കാണുന്നു എന്നല്ല, അള്ളാഹു എന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് എനിക്ക് പ്രധാനം. മാഷാ അല്ലാഹ്. എളിമ എന്നാൽ ബലഹീനതയല്ല. ചിലർ കരുതുന്നത് എളിമ എന്നാൽ ഭയപ്പെടുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക എന്നാണ്. അല്ല, എളിമ എന്നാൽ ശക്തിയാണ്, ബഹുമാനമാണ്. നിങ്ങളുടെ ലജ്ജ നഷ്ടപ്പെട്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്കത് തിരികെ ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കുക. നമ്മുടെ നോട്ടം ശരിയാക്കുക, നമ്മുടെ സംസാരം മാന്യമായതാക്കുക. എല്ലാ നാണക്കേടും നഷ്ടപ്പെട്ട ഈ ലോകത്ത് എളിമ പ്രതിരോധമാണ്, വെളിച്ചമാണ്. ഹയ അല്ലെങ്കിൽ ലജ്ജ വിശ്വാസമാണ്. ഇത്തരം വീഡിയോസ് ലഭിക്കാൻ അമാന റഫീഖ് സ്പീക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.